തൃശൂർ മുള്ളൂർക്കരയിൽ പുതുവത്സരാശംസകൾ നേരാത്തതിന് കാപ്പ കേസ് പ്രതി യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. ആറ്റൂർ സ്വദേശി 22 വയസ്സുകാരനായ സുഹൈബിനെയാണ് കുത്തിപ്പരിക്കേൽപ്പിച്ചത്. ദേഹമാസകലം 24 തവണ കുത്തേറ്റതായി റിപ്പോർട്ടുണ്ട്. ഗുരുതരാവസ്ഥയിലുള്ള യുവാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കഞ്ചാവ് കേസിലെ പ്രതി ഷാഫിയാണ് യുവാവിനെ കുത്തിയത്. കാപ്പ ചുമത്തപ്പെട്ടയാളാണ് ഷാഫി. ന്യൂ ഇയർ ആശംസ പറയാത്തതാണ് ആക്രമണത്തിലേക്ക് നയിച്ചത്. ബസ് സ്റ്റോപ്പിൽ ഒപ്പമുണ്ടായിരുന്നവരെ ആശംസിച്ച യുവാവ് പ്രതിക്ക് ആശംസ നേരാതിരുന്നതാണ് പ്രകോപിപ്പിച്ചതെന്നാണ് വിവരം. സമാനമായി തൃശൂരിൽ തന്നെ യുവാവിനെ 14-കാരൻ കുത്തിക്കൊന്നു. പാലസ് റോഡിന് സമീപം വെച്ച് 30 വയസ്സുകാരനായ ലിവിൻ എന്നയാൾക്കാണ് കുത്തേറ്റത്. മദ്യലഹരിയിൽ ലിവിൻ ആക്രമിച്ചെന്ന് 14-കാരൻ ആരോപിച്ചു. മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. സംഭവത്തിൽ 2 പ്രതികളാണുള്ളത്. ഇരുവർക്കും പ്രായപൂർത്തിയായിട്ടുമില്ല. ഇതിൽ ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. പ്രതികളിൽ ഒരാളെ ആശുപത്രിയിൽ നിന്നും മറ്റൊരാളെ വീട്ടിൽ നിന്നുമാണ് പോലീസ് പിടികൂടിയത്. പിടിയിലായവരിൽ നിന്ന് പോലീസ് മൊഴിയെടുത്തിട്ടുണ്ട്. ലിവിനാണ് ആദ്യം കത്തി വീശിയതെന്നാണ് മൊഴി നൽകിയത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. എന്നാൽ പ്രതികളായ വിദ്യാർത്ഥികളെ സ്വഭാവദൂഷ്യത്തിന് സ്കൂളിൽ നിന്ന് പുറത്താക്കിയിരുന്നുവെന്നും പറയുന്നുണ്ട്. തൃശൂരിൽ പുതുവത്സരാഘോഷത്തിൽ യുവാവിനെ ഈ കുത്തിക്കൊന്ന സംഭവത്തിന്റെ ഞെട്ടൽ മാറുന്നതിന് മുൻപാണ് ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞില്ല എന്ന പേരിൽ തൃശൂരിൽ യുവാവിനെ 24 തവണ കുത്തിയതും. പണം ഞങ്ങൾ തരും. സുഹൈബും 4 സുഹൃത്തുക്കളും ചെറുതുരുത്തിയിൽ നിന്ന് ഗാനമേള കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ മുള്ളൂർക്കരയിലെ ഒരു ബസ് സ്റ്റോപ്പിൽ കയറിയിരുന്നു. ഷാഫിയും സുഹൃത്തുക്കളും അവിടേക്കെത്തുകയും ഇവരോട് ഹാപ്പി ന്യൂ ഇയർ പറയുകയും ചെയ്തു. എന്നാൽ സുഹൈബും കൂട്ടുകാരും തിരികെ പറഞ്ഞില്ല. തുടർന്നുണ്ടായ തർക്കത്തിലാണ് സുഹൈബിന് കുത്തേറ്റതെന്നാണ് നിഗമനം.